നരേന്ദ്രമോദിയെ ആക്രമിച്ചു വീഴ്ത്താൻ കരുത്തുള്ള ഒരു ആയുധവും ഒരു യോദ്ധാവും ഒരു സൈന്യവും ഇന്ന് ഇന്ത്യക്ക് അകത്തുമില്ല, ഇന്ത്യക്ക് പുറത്തുമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ ഒരു ചർച്ച നമ്മൾ നടക്കുന്ന സമയത്തും ഇനി വരാൻ പോകുന്ന ഹൈഡ്രജൻ ബോംബ്, ന്യൂട്രജൻ ബോംബ്, ഹീലിയം ബോംബ്, ഇങ്ങനെയൊക്കെ കുറെ ബോംബിന്റെ കാര്യം പറഞ്ഞാണല്ലോ രാഹുൽ വരുന്നത്. പക്ഷെ രാഹുലിന്റെ വിശ്വാസ്യത എത്രയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് 1300 കിലോമീറ്റർ യാത്ര ആണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം മാത്രമല്ല, RJD നേതാവും കൂടി ഒന്നിച്ച് ഒരേ വാഹനത്തിലാണ് നടത്തിയത്. അതോടുകൂടി ഇന്ത്യയിലെ ജനാധിപത്യത്തിലെ കള്ളക്കളികൾ പുറത്തു വരുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഇന്ത്യയില് ഇപ്പോൾ നടക്കുന്ന കലാപങ്ങളുടെ എല്ലാം പിന്നിൽ വ്യവസ്ഥാപിത ഇന്ത്യയെ തകർക്കുക എന്ന കൃത്യമായ അജണ്ടയുണ്ട്. അതായത് പാർലമെന്റിൽ വിശ്വാസമില്ല, അത് സംഖ്യയാണ്. കോടതിയിൽ വിശ്വാസമില്ല, അത് സംഖ്യയാണ്. ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമില്ല, അത് സംഖ്യയാണ്. അങ്ങനെ എല്ലാം ഭരണഘടനയിൽ പണ്ടേ വിശ്വാസമില്ല, അത് RSSകാർ തട്ടിയെടുത്തു. ഇങ്ങനെ എല്ലാം RSS ആണ്, എല്ലാം BJP ആണ്, എല്ലാം ഹിന്ദു വർഗീയതയാണ്, എല്ലാം അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഇന്ത്യയെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുക എന്നുള്ള ആഗോള അജണ്ടയാണ് വിദേശത്തിരുന്നു കൊണ്ട് ജോർജ് സോറോസും ഹിൻഡൻബർഗും ഉൾപ്പെടെയുള്ള വലിയ സംവിധാനങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കോടാലി കൈയായിട്ട് FDL-AP ഫൗണ്ടേഷൻ, സോണിയാഗാന്ധി കോ പ്രസിഡന്റ് ആയിരിക്കുന്ന FDL-AP ഫൗണ്ടേഷനെ പോലെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ എവിടെ നിന്നുണ്ടായാലും അതൊക്കെ തന്നെ ജനാധിപത്യത്തിനെതിരെ, പത്രസ്വാതന്ത്ര്യത്തിനെതിരെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ, ജീവിക്കാനുള്ള അവകാശത്തിനെതിരെ എന്ന് പറഞ്ഞാണ് പ്രതികരിക്കുന്നത്. ആര്? BBC പോലെയുള്ള മാധ്യമങ്ങൾ പോലും പ്രതികരിക്കുന്നു. അപ്പോൾ ഭാരതത്തിനെതിരായിട്ടുള്ള അതിനിഗൂഢവും അതിശക്തവുമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു കാര്യം, ലോകത്ത് 16 രാജ്യങ്ങളിൽ ഇതിനു മുമ്പ് ഈ അട്ടിമറി വിജയിച്ചു. അവസാനമായിട്ട് ബംഗ്ലാദേശിലും നേപ്പാളിലും അത് പ്രയോഗിച്ചു. അപ്പൊ 16 18 രാജ്യങ്ങൾ. പക്ഷെ ഇന്ത്യയിലേക്ക് എത്തി ലഡാക്കിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോ ഇവിടെ കൃത്യമായിട്ടും അത് പ്രയോഗിക്കാൻ സാധിച്ചില്ല. അത് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യ അതിനുള്ള പ്രതിരോധ ശേഷി നേടിയെടുത്തിരിക്കുന്നു എന്നാണ്. ഭാരതത്തിന്റെ ബൗദ്ധികമായ നേതൃത്വം കേവലം ഏതെങ്കിലും ഒരു ഭരണകൂടത്തിലോ പാർലമെന്റിലോ കേന്ദ്രമന്ത്രിസഭയിലോ മാത്രമല്ല എന്ന് ബോധ്യമായിരിക്കുകയാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ദേശീയത, ഭാരതത്തിന്റെ ദേശീയതയും ലോകത്തിന്റെ ശത്രുതയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാർ, ഇവരിപ്പോ ഈ ഏഴ് മാധ്യമ പ്രവർത്തകരെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്തു എന്നുള്ള രീതി പറഞ്ഞു. ഇത് എങ്ങനെയായിരിക്കും ഇതിപ്പോ ഇവിടെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക? കാരണം ഈ ഒരു മാധ്യമ പ്രവർത്തകരിലൂടെ ഇവിടെ ഇപ്പോ നമുക്കറിയാം ഒരുപാട് ടൂൾ കിറ്റുകളുമായിട്ട് ജോർജ് സോറോസ് ആണെങ്കിലും ഹിൻഡൻബർഗ് ആണെങ്കിലും ഒക്കെ വന്നതൊക്കെ ചീറ്റിപ്പോയതൊക്കെ നമ്മൾക്കറിയാം. ഇനി ഇവരെ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെ, അതല്ലെങ്കിൽ ഇത് എന്തായിരിക്കും ഇവിടെ ഇതിന്റെ അനന്തര ഫലം എന്നത് കൂടി ഒന്ന് വിവരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം ഇവരിപ്പോൾ ചെയ്യുന്നത് ഇന്ത്യ മുന്നണിക്ക് ബലമുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ തള്ളിപ്പറയുക എന്നുള്ളതാണ്. ഇപ്പൊ കേരള സംസ്ഥാനം, തമിഴ്നാട് സംസ്ഥാനം, ബംഗാൾ സംസ്ഥാനം, 3 സംസ്ഥാനങ്ങളിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇപ്പൊ LDF-ഉം UDF-ഉം ഒറ്റക്കെട്ടായി കഴിഞ്ഞു കേരളത്തിൽ. ഇതുപോലെ തന്നെ തമിഴ്നാട്ടിലും അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിലും. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പരിഷ്കാര പരിപാടികൾക്ക് എതിരാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? ഇപ്പൊ ബീഹാറിലെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ പറയാൻ പോകുന്ന ഇതാണ്, അവിടെ കോടിക്കണക്കിന് ആൾക്കാരെ എടുത്ത് പുറത്തു കളഞ്ഞു, അതുകൊണ്ടാണ് BJP ജയിച്ചത്. സത്യത്തിൽ BJP ജയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിദേശികളെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പരിപാടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും സംയുക്തമായിട്ട് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത് പശ്ചിമ ബംഗാളിൽ വിജയിപ്പിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് അത് ബീഹാറില് ജാർഖണ്ഡിലൊക്കെ കൊടുത്തു. അപ്പൊ ഇവർ തമ്മിലൊരു മുന്നണി ഉണ്ടാക്കി, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. അതിൽ പശ്ചിമ ബംഗാളിൽ CPI-M-ന് അനുകൂലമായും ബീഹാറിലും ജാർഖണ്ഡിലും കോൺഗ്രസിന് അനുകൂലമായും വിദേശ പൗരന്മാരെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവരുടെ വോട്ട് ബാങ്ക് ഉണ്ടാക്കി സ്ഥിരമായിട്ട് കോൺഗ്രസിനും CPI-M-നും വോട്ട് ചെയ്യാം. അപ്പൊ സ്ഥിരമായിട്ട് അവർ അധികാരത്തിലിരിക്കും. ഇതായിരുന്നു അവരുടെ തന്ത്രം. പക്ഷേ
ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരണം വന്നതോടുകൂടി അത് അട്ടിമറിക്കപ്പെടും, അത് പൊളിക്കും എന്നുള്ളത് വ്യക്തമായി. അതായത് കൃത്യമായി ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോ കേരളത്തിൽ വന്നപ്പോൾ ശ്രദ്ധിക്കൂ, 2 മുന്നണികളും ഈ നീക്കത്തെ അപലപിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? ഈ 2 മുന്നണികൾക്കും ഈ ബംഗ്ലാദേശ് റോഹിംഗ്യൻ വോട്ട് ബാങ്ക് കേരളത്തിലുണ്ട്. അതാണ് അതിന്റെ കാരണം. ഇതില് LDF UDFിനേക്കാൾ വാശിയോടെ നിൽക്കുന്ന വേറൊരു പാർട്ടിയുണ്ട്, മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് കാസർഗോഡ് ജില്ലയിലും മലപ്പുറം ജില്ലയിലും അവരുടെ വൻതോതിലുള്ള ഭൂരിപക്ഷം ഉണ്ടല്ലോ. അതായത് ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ MLA പോലും ജയിക്കുന്നത്. MP ലക്ഷക്കണക്കിന് ജയിക്കുന്നത്, ഇവിടെ MLA ജയിക്കുന്നത്. അപ്പോൾ അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഒന്ന്, റോഹിംഗ്യ അല്ലെങ്കിൽ ബംഗ്ലാദേശ് മുസ്ലിങ്ങൾ അവരിവിടെ വരുന്നത് ഒറീസക്കാര് അല്ലെങ്കിൽ ബംഗാളികൾ എന്ന പേരിലാണ്. ഇവർക്കൊക്കെ ഇന്ത്യയുടെ റേഷൻ കാർഡ്, ഇന്ത്യയുടെ ആധാർ കാർഡ്, ഇന്ത്യയുടെ തിരിച്ചറിയൽ കാർഡ് ഇതെല്ലാം സംഘടിപ്പിച്ചു കൊടുക്കുന്നത് ഗവൺമെന്റുകളാണ്. കോൺഗ്രസിന്റെയും CPMന്റെയും ഗവൺമെന്റുകളാണ്. അങ്ങനെ അവര് കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്ന് എത്ര ലക്ഷം പേർ ഇത്തവണ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കിപ്പോ അറിയാൻ പറ്റില്ല. അത് മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം വരുമ്പോഴും CPMന്റെ ഭൂരിപക്ഷം വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വോട്ട് ചേർക്ക് ഇരട്ടിപ്പുണ്ട്, തെറ്റായിട്ടുള്ള വോട്ടുണ്ട്, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി ആൾക്കാര് BJPക്കാര് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു. ഹിയറിങ്ങിന് വിളിച്ചു, ഹിയറിങ്ങിന് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ ഇപ്പോൾ ഈ റോഹിംഗ്യൻ അതുപോലെ തന്നെ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും CPMന്റെയും പിന്തുണയോടുകൂടി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറി കൂടിയിട്ടുണ്ടാകും. എന്നാൽ BJPക്കാർ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? നിങ്ങൾക്കത് നോക്കി കണ്ട് വെട്ടിച്ചുകൂടെ? അങ്ങനെ 100 കണക്കിനല്ല 1000 വ്യാജ വോട്ടർമാരെ കണ്ടെത്തി ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടപടിയെടുക്കേണ്ടത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് ആകെ 3 പേര് ഡൽഹിയിലും ഒരേ ഒരാൾ കേരളത്തിലും. അതാണ് അതിന്റെ ഘടന. ബാക്കി മുഴുവൻ കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് സഖാക്കന്മാരാണ്. എന്ന് പറഞ്ഞാൽ LDF യൂണിയനിൽ പെട്ടവരാണ് മഹാഭൂരിപക്ഷവും. അവരാണ് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാര്. അവർക്കറിയാം ഇവരെ എങ്ങനെയാണ് അകത്ത് കയറ്റേണ്ടത്. അവർക്ക് കോട്ട കൊടുത്തിട്ടുണ്ട്. ഓരോ ഏരിയ കമ്മിറ്റി, ഓരോ ബ്രാഞ്ച് കമ്മിറ്റി, ഓരോ ലോക്കൽ കമ്മിറ്റി ഇത്ര വീതം ചേർക്കണമെന്നുള്ള കോട്ട കൊടുത്തിട്ടുണ്ട്. ആ കോട്ട അനുസരിച്ച് സഹാക്കന്മാർ കൊണ്ടുപോയി വോട്ട് ചേർക്കുമ്പോൾ BJPക്കാർ എത്ര തള്ളിക്കളയാൻ വേണ്ടി പരാതി കൊടുത്താലും ആ അന്തിമ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ അവസാന വോട്ടർ പട്ടിക കൂട്ടിച്ചേർക്കലുകൾ, തിരുത്തലുകൾ അടക്കം പുറത്തു വരുമ്പോൾ ഇവർക്ക് നിലനിർത്തേണ്ടവരെയെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും ഈ ലിസ്റ്റ് പുറത്തു വരിക. ധാരാളം ആരോപണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പരാതികൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് വെട്ടിക്കളയണം, ഇരട്ട വോട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ വോട്ടർ അല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് BJP കൊടുത്ത പരാതിയിന്മേൽ ന്യായമായ തീരുമാനമെടുക്കാതെ അവരെയൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് വ്യക്തം. ആ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ വരാൻ പോകുന്ന ത്രിതല ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇവിടെ റോഹിംഗ്യന്മാരും ബംഗ്ലാദേശികളും പഞ്ചായത്ത് മെമ്പർമാരായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ആ രീതിയിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. സംരക്ഷിക്കുന്നത് ആരൊക്കെയാ? UDFും LDFും കോൺഗ്രസും CPMും ഒറ്റക്കെട്ടായി നിയമസഭയിൽ ഇതിനനുകൂലമായിട്ട് നിൽക്കുന്നു. മുസ്ലിം ലീഗ് അതിനേക്കാൾ ശക്തമായി നിൽക്കുന്നു. ഇവിടെ ആരാ എതിർക്കാനുള്ളത്? ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ അവരുടെ മുമ്പിൽ വാലാട്ടിപ്പട്ടികളെ പോലെ നിൽക്കുന്നു. ഇവിടെ ആകെ എതിർക്കാനുള്ളത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പോരാട്ടം ഇവിടുത്തെ ബ്യൂറോക്രസി ഉപയോഗിച്ച് തടഞ്ഞു നിർത്താനും തകർക്കാനുമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിഗുരുതരമായ ഒരു സംഭവമാണിത്. ഈ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും ഇതേപോലെയുള്ള അട്ടിമറികൾക്ക് സാധ്യതയുണ്ട്. നമ്മൾ ഓർക്കണം, കേരളത്തിന്റെ നിയമസഭാ ഇലക്ഷൻ 2000 വോട്ട് മുതൽ 5000 വോട്ട് വരെ വളരെ നേരിയ മാർജിനിലാണ് നിർണായകമായ നമ്പർ ഓഫ് MLAs ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നത്. അതായത് റോഹിംഗ്യൻ ബർമയിൽ ഇരുന്നു കൊണ്ട് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇരുന്നു കൊണ്ട് തീരുമാനിച്ചാൽ കേരളത്തിന്റെ മന്ത്രിസഭയെ കയറ്റാനും കഴിയും, ഇറക്കാനും കഴിയും. ആ തരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഇത് പരാജയപ്പെടുത്തേണ്ട ചുമതല ഇവിടുത്തെ പ്രതിപക്ഷമായ കോൺഗ്രസിനുണ്ട്.